വിൽപത്രം മാത്രമല്ല, തമ്പി അങ്കിളിന്റെ പേരിലുള്ളതും കൈവശത്തിലുള്ളതുമായ സകല സ്വത്തിന്റെയും പ്രമാണങ്ങളും അമ്മുവിന്റെ കയ്യിലുണ്ട്. അതെവിടുന്ന് കിട്ടിയ അവൾക്ക്? ബാങ്ക് ലോക്കറിൽ അങ്കിളിന് ചില രഹസ്യ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഒന്നിൽ സൂക്ഷിച്ചിരുന്നതാ. അവളെയും കൂടി ചേർത്തുള്ള ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്നു പാസ്ബുക്കും ആ ലോക്കറിന്റെ താക്കോലും എല്ലാം. കഷ്ടം, നിങ്ങൾക്കത് പിടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ അവളുടെ മുറി മുഴുവൻ എല്ലാം അരിച്ചു പറക്കിയതാ. അത് അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചെന്നാ അറിയാൻ വയ്യാത്തത്. നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല, അത് തന്നെ കാര്യം. ഈ പണ്ടാര ശരീരം മാത്രം പോരാ, തലക്കകത്തും കൂടി വല്ലതും വേണം. അതെ, എപ്പോഴും തല രക്ഷിച്ചെന്ന് വരത്തില്ല. തല താങ്ങാൻ ബലമുള്ള ഒരു കൈയെങ്കിലും വേണ്ടേ? മനസ്സിലായി. ചുരുക്കി പറഞ്ഞ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് മുഴുവൻ അമ്മുവിന്റെ കസ്റ്റഡിയിലാ അല്ലേ? അങ്കിൾ അതെല്ലാം കൂടി ലോക്കറിൽ വെച്ചു എന്ന് ആരറിഞ്ഞു? നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് കൽപ്പനയ്ക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാം കൂടി ബന്ദിപ്പൂർ കൊണ്ടുപോയെന്നല്ലേ. ഞങ്ങൾക്കതൊന്നും അറിയണ്ട. ഒന്നുകിൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പണം. ഇത് രണ്ടും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. ഇതൊരു തരം മുട്ടാളയുക്തിയാണല്ലോ. ഞങ്ങളെ പിണക്കിയാ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നത്തെ നേരിടുകയാണ് വേണ്ടത്. അമ്മേ, ആരാണെങ്കിലും ജേടനും ദേവനും എവിടെ പോയിന്ന് അറിയില്ലെന്നേ പറയാവൂ. ഹലോ കുഞ്ഞമ്മേ, ഞാനാ സുധർമ്മ. എന്താ സുധർമ്മ വിശേഷിച്ച്? അവിടെയല്ലേ കുഞ്ഞമ്മേ വിശേഷം മുഴുവനും? എല്ലാം അറിഞ്ഞിട്ട് വിളിക്കുക. ആ, ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി. ചെറിയ പ്രശ്നങ്ങളോ? ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. അമ്മ പുതിയൊരു വിൽപത്രം കൊണ്ടുവന്നെന്നോ, കുഞ്ഞമ്മയുടെ മക്കളെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയെന്നോ, അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നു. ആ, വിൽപത്രമാണെന്ന് പറഞ്ഞ് അവൾ എന്തോ ഒരു കടലാസ് കൊണ്ടെന്ന് കാണിച്ചു. വഴക്കിന് നിൽക്കാതെ ജയനും ദേവനും കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. അല്ലാതെ ബലം പ്രയോഗിച്ച് എന്റെ പിള്ളേരെ ഇറക്കി വിടാൻ ഏത് ഗുണ്ട വിചാരിച്ചാലും നടക്കില്ല എന്റെ സുധേ. ശരിയാ, കണ്ടാ തന്നെ ആരും പേടിച്ചു വന്ന രണ്ട് ആൺമക്കളല്ലേ കുഞ്ഞമ്മയ്ക്കുള്ളത്. എന്നാലും അവര് കശപിശിക്കൊന്നും പോയില്ല. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. അമ്മുവിന്റെ മുമ്പേലെ ഗുണ്ടയൊക്കെ പോലീസ് കൈകാര്യം ചെയ്തോളൂ. അതോടെ അവളുടെ വ്യാജ വിൽപത്രത്തിന്റെ ഇടപാടും തീരും. നിങ്ങളുടെ വിൽപത്രം ഒറിജിനലാണോ കുഞ്ഞമ്മേ? അല്ലല്ലോ. ആ നിലയ്ക്ക് രണ്ട് വ്യാജ വിൽപത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ ഒന്നിനും നിലനിൽപ്പില്ലാതെ പോവില്ലേ? അത് ഒറിജിനൽ ഏതാന്ന് കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും നിങ്ങളെ ഒടുവിൽ ജയിക്കൂ, അത് തീർച്ചയാ കുഞ്ഞമ്മേ. അത് പിന്നെ പ്രത്യേകം പറയണോ സുധേ? വെറും ഒരു അടുക്കളക്കാരി പെണ്ണ് നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ കയറിയിരുന്ന് ഭരിക്കാൻ നോക്കുന്നത് അഹങ്കാരമല്ലേ? അഹങ്കാരത്തിന് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി കിട്ടാതിരിക്കുവോ? അത് വാസ്തവം. പിന്നെ കുഞ്ഞമ്മേ, ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കാര്യം എന്തായി? അത് നിങ്ങൾ തിരിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയില ഞാൻ കഴിയുന്നത്. അതോ ഒടുവിൽ അതോ അമ്മുവിന്റെ കൈ ചെന്ന് ചേരുവോ? അവളെയും അവളുടെ മുമ്പേക്കാരൻ ഗുണ്ടയെയും പോലീസ് കൈകാര്യം ചെയ്തോളൂ. അത് കഴിയുമ്പോ എല്ലാം ഞങ്ങളുടെ കൈ തന്നെ വരുമല്ലോ. അന്ന് ഞങ്ങൾ സുധയുടെ പ്രമാണം തിരിച്ചു തരും. ഓ, അത്ര മാത്രം കേട്ടാ മതി കുഞ്ഞമ്മേ, സമാധാനായി. എന്നാ ശരി, വെക്കട്ടെ.
ഓഫീസിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടോ? സർ, മേഡം വന്നിട്ടുണ്ട്. ഏത് മേഡം? മരിച്ചുപോയി തമ്പിസാറിന്റെ ഭാര്യ. ആരൊക്കെയാ അവരുടെ കൂടെ വന്നത്? പഴയ മാനേജർ അർജുൻ സാറും വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരെ തനിക്ക് അറിയില്ലേ? ഇല്ല സർ. പിന്നെന്തിനാണ് അവരെ അകത്തോട്ട് കയറ്റി വിട്ടത്? ഏത് ഗുണ്ട വന്നാലും താൻ അകത്തോട്ട് കയറ്റി വിടുവോ? ഗുണ്ടകളാണെന്നൊന്നും എനിക്കറിയില്ല സർ. മേഡത്തിന്റെ കൂടെ വന്നതുകൊണ്ട് കടത്തി വിട്ടുവെന്നേ ഉള്ളൂ. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ശരി ആന്റി, ഞാൻ 4:30 ഇറങ്ങാം. ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. യെസ്, കം ഇൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ ഇരിക്കണം. കൈയൂക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തു അല്ലേ? മനസ്സിലായില്ലേ? നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശം. എന്തക്രമമാണ് നിങ്ങളോട് കാണിച്ചത്? ഞാനൊരു അതിക്രമവും കാണിച്ചില്ല സർ. നിങ്ങൾ കുറെ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് വന്ന് ബലം പ്രയോഗിച്ച് ഈ ഓഫീസ് പിടിച്ചെടുത്തതല്ലേ? ഗുണ്ടായുസം കൊണ്ട് എന്തുവാകാന്നാണോ നിങ്ങളുടെ വിചാരം? ഞങ്ങളിവിടെ ഒരു ഗുണ്ടായുസവും കാണിച്ചില്ല സർ. ഈ ഓഫീസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ അനന്തരവന്മാരെ അടിച്ച് പുറത്താക്കിയില്ലേ നിങ്ങൾ? അതും ഗുണ്ടകളെ ഉപയോഗിച്ച്. സർ, എന്റെ ഭർത്താവിന്റെ അനുദ്രവന്മാരെന്ന് പറയുന്നത് തെമ്മാടികളായിരുന്നു. സാർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഗുണ്ടകൾ. ഇതെന്റെ ഓഫീസാണ് സർ. ഇതിന്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഞാനെന്ന് സാറിനറിയാലോ. കമ്പനി രജിസ്റ്ററിലും പാർട്ട്ണർഷിപ്പ് ഡീഡിലും ഓഫീസ് ഡോക്യുമെന്റ്സിലും അതെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസാണെങ്കിൽ നിങ്ങൾ എന്തിനു ഗുണ്ടായുസം കാണിക്കണം? എന്തിന് ബലപ്രയോഗം നടത്തണം? എന്തുകൊണ്ട് തമ്പിയുടെ ബന്ധുക്കൾ അവരുടെ ഓഫീസ് നിങ്ങൾ കൈയേറി അവരെ മർദ്ദിച്ചവശരാക്കിയെന്നൊക്കെ പറഞ്ഞ് പരാതി തന്നത്? സർ, അവരാണ് ഈ ഓഫീസ് കയ്യേറിയതും അനധികൃതമായി കൈയടക്കി വെച്ചതും. അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്കല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. നിങ്ങളുടെ പേര് പരാതി കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് അന്വേഷിക്കാനും കേസെടുക്കാനുമാണ് ഞാൻ വന്നത്. സർ, അതിനു മുൻപും ചില സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഞങ്ങളെ ചിലർ അടിച്ചു, മുറിയിൽ പൂട്ടിയിട്ടു, ഭക്ഷണം തരാതെ കൊല്ലാൻ ശ്രമിച്ചു, ഞങ്ങളുടെ ഫോണും മറ്റ് സാധനങ്ങളും നശിപ്പിച്ചു. ഇതിനൊക്കെ പരാതി തന്നിരുന്നല്ലോ. സാറ് തന്നെയാണല്ലോ അതൊക്കെ അന്വേഷിച്ചതും കേസെടുത്തതും. അതൊക്കെ ഇവിടം വരെയായി സർ. നിങ്ങളെന്താ പരിഹസിക്കുകയാണോ? സാറ് തന്നെ നേരിട്ട് വന്ന വീട്ടുതടങ്കലിൽ പട്ടിണി കൊണ്ട് വലഞ്ഞു കിടന്ന ഞങ്ങളെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന് എനിക്ക് പോലും അറിയില്ല. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ചെയ്ത ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല സർ. ഇനി മുതൽ ഉപദ്രവങ്ങളും മറക്കില്ല. നിങ്ങളൊരു വ്യാജ വിൽപ്പത്രം കാട്ടി എല്ലാരെയും വിരട്ടിയെന്ന് കേട്ടല്ലോ. വ്യാജമല്ല സർ, ഒറിജിനലാണ്. എന്റെ ഭർത്താവ് ബന്ദിപ്പൂര് പോകുന്നതിന് മുൻപ് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാ. എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഇതുവരെ ആരെയും അറിയിച്ചില്ല? എനിക്കറിയില്ലായിരുന്നു സർ ബാങ്ക് ലോക്കറിൽ വിൽപത്രം ഇരിപ്പുണ്ടായിരുന്നു. ഈയിടെ ലോക്കർ തുറന്ന് പരിശോധിച്ചപ്പോഴാ കണ്ടത്. വിൽപത്രം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടികളുടെയും പ്രമാണവും മറ്റു ചില വിലപിടിച്ച രേഖകളും ലോക്കറിൽ ഉണ്ടായിരുന്നു. ഒരു വിൽപത്രം നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോയി? അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നില്ല. അതൊരു ശരിയായ മറുപടി അല്ലല്ലോ. വിൽപത്രം എഴുതിയ ആൾ എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞില്ല? പറയാതിരുന്നതിൽ ഒരു യുക്തിഭംഗമില്ലേ? പ്രത്യേകിച്ചും മരിക്കാൻ തയ്യാറായി ബന്ദിപ്പൂര് പോയ ആ സന്ദർഭത്തിലെങ്കിലും പറയേണ്ടതല്ലായിരുന്നോ? അദ്ദേഹം മരിക്കാൻ വേണ്ടിയല്ല ബന്ദിപ്പൂരിലേക്ക് പോയത്, ശീതളിനെ രക്ഷിക്കാൻ വേണ്ടിയാ. അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എങ്കിൽ പിന്നെന്തിനാ ആ യാത്രയ്ക്ക് മുമ്പ് ധൃതി പിടിച്ച് വിൽപ്പത്രം തയ്യാറാക്കിയത്? എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാനും ശീതളും അനാഥരായി പോകുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. ഇതൊന്നും യുക്തിഭദ്രമായ മറുപടിയല്ല.
വിൽപത്രത്തിന്റെ ഫോട്ടോ കോപ്പി ഉണ്ടോ കയ്യിൽ? ഉണ്ട് സർ. ഇതിന്റെ ഒറിജിനൽ എവിടെ? ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ വാടക ഗുണ്ടകൾ ഇപ്പൊ എവിടെയുണ്ട്? അവര് വാടക ഗുണ്ടകളല്ല സർ. ശിവജി എന്ന ആള് എന്റെ ഭർത്താവിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അർജുനേട്ടൻ എന്റെ കസിനാ. സുധീഷ് എന്റെ ബ്രദർ ഇൻ ലോയും. ഓഹോ, അപ്പൊ ആരും അന്യരല്ല. തക്ക സമയത്ത് സംഘം ചേർന്ന് വന്ന് ആക്രമിച്ചങ്ങ് കീഴടക്കി. കൊള്ളാം, നല്ല ടൈമിംഗ്. ഗതി കെട്ടിട്ട് ചെയ്തതാണ് സർ. സാറിന് അറിയാലോ സത്യങ്ങളെല്ലാം. എല്ലാം എനിക്കറിയാം. എന്റെ മൂക്കിന് കീഴെ കിടന്ന് ആളാവാൻ നോക്കിയാ ഒറ്റ ഒരെണ്ണത്തെ ഞാൻ വെറുതെ വിടത്തില്ല. അർജുൻ ഉണ്ടോ ഇവിടെ? ഓ സർ. ഏതാ അയാളുടെ മുറി? അതവിടെയാ. യെസ്, കം ഇൻ. തന്റെ പേരൊരു പരാതി ഉണ്ടല്ലോടോ? അത് ഞാൻ പ്രതീക്ഷ തന്നെയാണ് സാർ. പ്ലീസ് ബി സീറ്റഡ്. താനാണോ ആ വീരശൂര പരാക്രമി, തമ്പിയുടെ അനന്തരവന്മാരെ ഈ ഓഫീസിൽ നിന്ന് തല്ലി ഓടിച്ചവൻ? ഞാനൊരു പരാക്രമവും കാണിച്ചില്ല സാർ. പിന്നെ ഈ ഓഫീസ് കയ്യേറി ഇതിന്റെ ഉടമസ്ഥന്മാരെ ചവിട്ടി പുറത്താക്കി ഈ കസേരക്കരി ഞെളിഞ്ഞിരിക്കുന്നത് പരാക്രമമല്ലാതെ പിന്നെ എന്താടോ? എന്റെ തൊഴിലുടമയെ ഈ സ്ഥാപനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവരെ ഞാൻ തടഞ്ഞു. അത്രേ ചെയ്തുള്ളൂ സാർ. ഈ സ്ഥാപനത്തിന്റെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ. അതിന്റെ ബലത്തിലാണ് ഞാൻ ഈ കസേരയിലിരിക്കുന്നത്. ദാ എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഈ സ്ഥാപനത്തിന്റെ MD തന്നെ ഒപ്പിട്ട് നൽകിയതാ. തമ്പി സാറിന്റെ യഥാർത്ഥ വിൽപത്രം അനുസരിച്ച് ഈ കമ്പനി ഉടമ അദ്ദേഹത്തിന്റെ വൈഫാണ്. മാത്രമല്ല അവർ ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ കൂടിയാണ്. ഏതാനും കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഈ സ്ഥാപനത്തെയും മാഡത്തെയും രക്ഷിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്നാണോടോ രക്ഷാൻ കളിക്കുന്നത്? ഇവിടെ നിയമവും പോലീസും കോടതിയൊക്കെ ഉണ്ട്. എന്നോടൊപ്പം ഗുണ്ടകളാരും ഇല്ലായിരുന്നു സാർ. ഒരാൾ തമ്പി സാറിന്റെ സുഹൃത്തായിരുന്നു, രണ്ടാമത്തെ ആൾ എന്റെ സുഹൃത്തും. മുംബൈയിൽ നിന്ന് വന്ന ഒരു അധോലോക ഗുണ്ടയുണ്ടല്ലോ, അവനവിടെ? അവനാണോ തമ്പിയുടെ സുഹൃത്ത്? അയാളെ എനിക്കത്ര പരിചയമില്ല സാർ. അവനെ എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ പൊക്കിക്കോളാം. സാറിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ. ജയശീലനും ദേവരാജനും ചേർന്നാണ് ഈ കള്ളക്കളികൾ മുഴുവൻ നടത്തിയത്. വ്യാജ വിൽപത്രം ഉണ്ടാക്കി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. തമ്പി സാറിന്റെ വൈഫിനെയും മകളെയും എല്ലാ വിധത്തിലും ദ്രോഹിച്ചു. ഒടുവിൽ അവരെ പട്ടിണി കിട്ടി കൊല്ലാൻ വരെ ശ്രമിച്ചു. അത് മാത്രമല്ല സാർ, തമ്പി സാറിനെ കൊല്ലിച്ചത് പോലും അവരാണ്. തെളിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ആര് രക്ഷപ്പെട്ടോ? നിയമത്തിന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടില്ലടോ. താനും കരുതിയിരുന്നോ? താൻ സ്വന്തമായിട്ട് നീതി നിയമമൊന്നും ഇവിടെ നടപ്പിലാക്കണ്ട. അതിനെ കാക്കിയിടിച്ച് ശമ്പളവും കൊടുത്ത് കുറെ പേരെ വെച്ചിട്ടുണ്ട്. അവർക്ക് താൻ പണി ഉണ്ടാക്കല്, പറഞ്ഞേക്കാം. അവിടെ നിന്ന് ഹരിക്കുട്ട. നീ ഈ കള്ളുകൂടി ഒരു പതിവാക്കിയിരിക്കുകയാണോ? ഇന്ന് പഴയ ചില ഫ്രണ്ട്സിനെ കണ്ടപ്പോ വെറുതെ ഒരു കമ്പനിക്ക്. നിനക്ക് എന്നും ഓരോ ന്യായങ്ങൾ പറയാനുണ്ടല്ലോ അല്ലേ? എടാ, തമ്പിയുടെ സ്വത്തിന്റെ അവകാശമൊക്കെ അമ്മ സ്വന്തമാക്കിയെന്ന് കേട്ടല്ലോ, നേരാണോ? ഞാനും അങ്ങനെ കേട്ടു. എന്നിട്ട് നീ അതേപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ലേ? കുഞ്ഞമ്മയുടെ മക്കൾ നിന്റെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ? അവന്മാരുമായിട്ട് എനിക്കിപ്പോ ഏർപ്പാടൊന്നുമില്ല. എങ്കിലും ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആ
രണ്ട് തടിമടന്മാരെ നോക്കിയിട്ട് അമ്മുവിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലടാ. എന്തിനും വാടക കൊലാളി ഏർപ്പാടാക്കാൻ നിന്നെ കൊണ്ടൊക്കെ കൊള്ളു. ശിവജി എന്ന് പറയുന്ന ഒരുത്തനെ മുന്നിൽ നിർത്തിയിട്ടാ ഇപ്പൊ അമ്മുവിന്റെ അഭ്യാസം. അവൻ മുമ്പേ നിന്ന് വന്ന പക്ക ക്രിമിനലാ. അമ്മുവിനെന്താ അയാളുമായിട്ട് ബന്ധം? തമ്പിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഈ ശിവജി. തമ്പി ചത്ത തീർന്നിട്ട് വന്നതാ. അമ്മു എങ്ങനെയോ അയാളെ പാട്ടിലാക്കി. ആണുങ്ങളെ പാട്ടിലാക്കാൻ അവള് പണ്ടേ മിടുക്കിയാണല്ലോ. തെമ്മാടിയായ കെട്ടിയോൻ ചത്തപ്പോ പകരം വേറൊരു തെമ്മാടിയെ കൂട്ടുപിടിച്ചു. കൊള്ളാം. അണ്ടർവേൾഡ് ക്രിമിനൽ എന്നൊക്കെ കേട്ടപ്പോ തന്നെ ജയശീലിന്റെ ദേവരാജനെ മുട്ടുപറച്ചു. അതുകൊണ്ട് അമ്മുവിന് കാര്യങ്ങളെല്ലാം എളുപ്പമായി. എടാ, തമ്പിയുടെ സ്വത്തിന്റെ പ്രമാണങ്ങളൊക്കെ തിരിച്ചു കിട്ടിയോ? അതില്ലാതെ മുഷ്കൊണ്ട് മാത്രം സ്വത്ത് കൈക്കലാക്കാൻ പറ്റുമോ? ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് കിട്ടി. തമ്പി അതെല്ലാം ഭദ്രമായിട്ട് ബാങ്ക് ലോക്കറിൽ വെച്ചിട്ട് താക്കോൽ അമ്മുവിനെ ഏൽപ്പിച്ചിരുന്നു. നമ്മുടെ വസ്തുക്കളുടെ പ്രമാണവും അക്കൂട്ടത്തിലാണോ ഹരിക്കുട്ട? അതെ മാം. അയ്യോ, ഇനി നമുക്ക് തിരിച്ചു കിട്ടൂടാ. അത് വീണ്ടെടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവുമല്ലോ ഹരിക്കുട്ട. അത് മോം വലിയ പ്രശ്നം തന്നെ അമ്മേ. കാലാവധി കഴിയുമ്പോൾ നിയമ നടപടി നടത്തി അമ്മുവിന് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം. ഈ വീട് ഇടിച്ചു നിരത്തി ഇവിടെ ഒരു കുളം തോണ്ടി അവൾക്ക് വേണമെങ്കിൽ ഒരു മത്സ്യകൃഷി തുടങ്ങാം. അതും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ആക്കാം. എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആളും അർത്ഥവും ഇപ്പൊ അവളുടെ കയ്യിലുണ്ട്. അതെ, നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. ചോദിച്ചില്ലെങ്കിലും അറിവില്ലാത്തവർക്ക് നമ്മൾ വരുവരായികളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. അത് മനുഷ്യൻ കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയാ. തെണ്ടി കയറി വന്ന് അച്ചുവീട്ടി കിടക്കുന്നവൻ ഞങ്ങളെ ഉപദേശിക്കാൻ നിൽക്കണ്ട. നീയും തെണ്ടി കയറി വന്നവൻ തന്നെ അല്ലേ കരിക്കുട്ട? ഇത് നിന്റെ അച്ചു വീടല്ല, അമ്മ വീടാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമ്മേ, പ്രമാണിമാരുടെ മുമ്പിൽ താണ് വീണ് വണങ്ങുന്നതൊക്കെ നാട്ടുനടപ്പാ. പാലപ്പടിക്കൽ തറവാടിന്റെ പ്രമാണം കയ്യിൽ വെച്ചിരിക്കുന്ന അമ്മു അല്ലേ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പ്രമാണി? അവൾ ഇവിടുത്തെ വീട്ടുവേലക്കാരിയായിരുന്നു എന്നുള്ള ഈഗോയൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് അമ്മുവിന്റെ മുന്നിൽ ചെന്ന് താണ് വണങ്ങി അപേക്ഷിച്ച് നോക്ക്. അവൾക്ക് മനസ്സലിവുണ്ടായാൽ ചിലപ്പോൾ പ്രമാണങ്ങൾ തിരിച്ചു തന്നിരിക്കും. എന്റെ പട്ടി പോവും അവളുടെ മുമ്പിൽ കുമ്പിടാൻ. എങ്കിൽ നിങ്ങളുടെ പട്ടി നിങ്ങളുടെ പ്രമാണം കടിച്ചു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തരും. വാങ്ങിക്കാൻ കയ്യിൽ നീട്ടി കാത്തിരുന്നാ മതി അമ്മയും മോനും. നീ എപ്പോ വന്നു മോളെ? പോയിട്ട് എന്തായി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ജയിച്ചു തന്നെയാ വന്നിരിക്കുന്നതെന്ന്. മുത്തശ്ശിയുടെ അനുഗ്രഹവും വാങ്ങിയല്ലേ ഞാൻ പോയത്. പിന്നെ ഞാൻ തോക്കൂ? ഭഗവാനെ, സമാധാനമായി. അല്ലെങ്കിലും അവസാന വിജയം സത്യത്തിനും നീതിക്കും മാത്രം അമ്മു. നീ ആരുടെ ഒന്നും തട്ടിപ്പറിക്കാൻ പോയതല്ലല്ലോ. നിനക്ക് അവകാശപ്പെട്ടതെന്തോ അത് തിരിച്ചു പിടിച്ചു എന്നല്ലേ ഉള്ളൂ. എനിക്കൊരു അവകാശവും വേണ്ട മുത്തശ്ശി, ഒന്നും സമ്പാദിക്കുകയും വേണ്ട. പക്ഷേ എന്റെ ഭർത്താവിൽ നിന്നും അന്യായമായി തട്ടിയെടുത്ത എല്ലാ സ്വത്തും തിരിച്ചു കിട്ടണം. അതൊക്കെ യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ തന്നെ ചെന്ന് ചേരണം. ദാ, ഇവൾക്ക് അർഹതപ്പെട്ട സ്വത്ത് അത് മുഴുവനും. എനിക്കല്ല മോളെ, നിനക്കാ അവകാശവും അർഹതയും. നിന്റെ മുമ്പിൽ ഇനിയും ജീവിതമുണ്ട്. പകയും പ്രതികാരവും കണക്ക് തീർക്കലും ഒക്കെ മാത്രമേ ഇനി എന്റെ മുമ്പിൽ ശേഷിക്കുന്നുള്ളൂ. എന്നാലും ആദ്യത്തെ ശ്രമം നീ ജയിച്ചല്ലോ അമ്മു.
മാനേജിംഗ് ഡയറക്ടറുടെ കസേര നീ സ്വന്തമാക്കിയല്ലോ. എന്നാലും അവിടെ ഇരിക്കേണ്ടി വരുന്നത് വലിയ സങ്കടമാണ് മുത്തശ്ശി. എപ്പോഴും മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയോ. ആ ഓർമ്മയാമോ നിന്റെ ബലം. ആ ബലത്തിൽ വേണം നീ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. അടുത്തതെന്താണെന്ന് നീ ആലോചിച്ചോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണം. ബന്ദിപ്പൂരിലെത്തിയെന്ന് എല്ലാവർക്കും അറിയൂ. അവിടെ വെച്ച് എന്താ നടന്നത്, അവിടെ മുതൽ അന്വേഷിച്ചു തുടങ്ങണം.